അസ്സലാമു അലൈക്കും. നമ്മുടെ ഉസ്താദ് അയ്യൂബ് ഖാൻ സാദി ഉസ്താദ് ഉണ്ടല്ലോ, മറ്റേ കാസർഗോഡൊക്കെ ജോലി ചെയ്തിന്. ഉസ്താദിനെ പറ്റിയിട്ട് നിങ്ങളെ അറിവ് എന്താണുള്ളത്? നമ്മൾ ഉസ്താദിനെ പറ്റിയിട്ടുള്ള ഉസ്താദ് എവിടെയാണ് പിന്നെ വഫാത്തയക്കണത്, ഖബർ എവിടെയാണ്, ഉസ്താദിൻ്റെ ചെറിയ ഡീറ്റെയിൽസ് എന്താ നിങ്ങൾക്ക് അറിവുള്ളത്? ഞങ്ങളുടെ ഈ നാട്ടിൽ മലപ്പുറം ഉപ്പപ്പ എന്ന പേരിലുള്ള ഇന്ന് സിംഗപ്പൂരിൽ മറവട്ട് കിടക്കുന്ന അബ്ദുറഹ്മാൻ എന്ന ഷെയ്ഖ് വലി അവറുകൾ, അവരുടെ താവഴിയിൽപ്പെട്ട ഒരു വലിയ ആലിമാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് ഖാൻ സാദി ഉസ്താദ് അവറുകൾ. മഞ്ചേരി നിവാസിയായ മൂസ ഉസ്താദ് അവറുകൾ ഞങ്ങളുടെ ഈ മഹലിൽ ജോലി ചെയ്യുന്ന സമയത്ത് കളിക്കുട്ടിയായി നടന്നിരുന്ന കാലത്ത് ഉസ്താദ് അവറുകളുടെ പിതാവായ ഹസനായരിനോട് തൻ്റെ മകനെ ദർസി ജീവിതത്തിന് വേണ്ടി പറഞ്ഞയക്കണമെന്ന് പറയുകയും അതിനടിസ്ഥാനമായി കരുനാഗപ്പള്ളി സ്വദേശിയായ ബദറുൽ ഉലമ ഷംസുദ്ദീൻ ഉസ്താദിൻ്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മൂസ ഉസ്താദ് അയ്യൂബ് ഖാൻ സാദി ഉസ്താദിനെ കൊണ്ടെത്തിക്കുകയും അവിടെ നിന്നായി പോത്തൻകോട്, സിയാറത്ത് മൂട് തുടങ്ങിയ മഹല്ലുകളിൽ മുത്തഅല്ലിമായി ജീവിതം നയിക്കുകയും പിന്നീട് മുഹീസുന്ന പൊന്മള ഉസ്താദ് അവറുകളുടെ ദർസിൽ ചെമ്മാട് നീണ്ടകാലം ദർസ് ജീവിതം നടത്തി. ശേഷം ഉപരിപഠനത്തിനും കാസർഗോഡ് ദേളി സഅദിയയിൽ ചെല്ലുകയും അവിടെ നിന്ന് അൽഫാദിലി ബിരുദമടക്കം കരസ്ഥമാക്കി ഇസ്ലാമിക പ്രബോധന ഗോതയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഉസ്താദ് അവറുകൾ കോളേജിൽ നിന്ന് ഫാരിഗായതിനു ശേഷം കർണാടകയിലെ പുത്തൂരിലാണ് ആദ്യമായി സേവനം ചെയ്യുന്നത്. ഏകദേശം 50നോളം അടുപ്പിച്ച് വലിയ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുള്ള വിശാലമായ ഒരു ദർസായിരുന്നു. പിന്നീട് തൻ്റേതാകുന്ന ജന്മപ്രദേശത്തിനടുത്ത് സേവനം ചെയ്യണമെന്ന താൽപ്പര്യത്തോടെ കൊല്ലം ജില്ലയിൽ ചവറ പ്രദേശത്ത് ഇടപ്പള്ളിക്കോട്ട എന്ന് പറയുന്ന വലിയ മഹല്ല്, പുരാതനമായി ഇസ്ലാമിക സിസ്റ്റത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശാലമായ മഹല്ലിൽ മുദർരിസായും ചീഫ് ഇമാമായും സേവനം ചെയ്യുകയും അതിനുശേഷം ആലപ്പുഴയിൽ ഖത്തീബും ദർസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വന്യരായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകളുടെ സ്നേഹത്തിൽ ആളിച്ച വിളി വരുന്നത്. അയ്യൂബ് ഖാൻ, താങ്കൾ പഠിച്ച ഈ ദേളി എന്ന് പറയപ്പെടുന്ന നാട്ടിൽ തല ഉയർന്നു നിൽക്കുന്ന സ്ഥാപനത്തിൽ മുദർരിസായി വരണം. ഉസ്താദിൻ്റെ വിളിക്ക് മുന്നിൽ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യതയോടെ വന്യരായ ഉസ്താദ് അവറുകൾ സഅദിയിലെ ദഅ്വ കോളേജിലെ മുദർരിസായി മരണം വരേക്കും സേവനം ചെയ്തു. ആത്മീയമായ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിൽ നിസ്തുല്യമായ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട കയ്പമംഗലം കരീം ഹാജി അവറുകൾ, ഷെയ്ഖ് അവറുകൾ നേതൃത്വം കൊടുത്ത കയ്പമംഗലം ജുമുഅത്ത് പള്ളിയിൽ മരണത്തിൻ്റെ കുറഞ്ഞ നാളുകൾക്ക് മുമ്പായി വെള്ളിയാഴ്ച മാത്രം ഖുത്ബ നടത്തുന്ന ഒരു സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോയി. ഞാൻ ഓർക്കുകയാണ്, ഉസ്താദ് അവറുകൾ പങ്കുവെച്ചു, വലിയ ബറക്കത്തിൻ്റെ ഉടമയായ വിലായത്തിൻ്റെ അഹ്ലിലെത്തിയ കൈപ്പിൽ ഒരിക്കൽ പങ്കുവെച്ചത് ഓർമ്മ വരികയാണ്. വിലായത്തിൻ്റെ ഉടമയായ കയ്പമംഗലം കരീം ഹാജി ഷെയ്ഖ് അവറുകൾ നേതൃത്വം നൽകിയ മഹല്ലിൽ
വിനീതനായ എനിക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നത് തന്നെ വളരെ വലിയ ഭാഗ്യമായി കാണുകയാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങളിലേക്ക് ഉസ്താദ് അവർകൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഒരു റമദാനിൽ മഗ്രിബോട് അടുപ്പിച്ച് കർണാടകയിലെ കൊടക് ഭാഗത്ത് മെഡിക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റിലായി ഉസ്താദ് അവർകൾ നമ്മളോട് ഈ ലോകത്ത് വിട പറയുകയായിരുന്നു. ഉസ്താദ് ഇപ്പോൾ വഫാത്തായിട്ട് എത്ര കൊല്ലമായി? ഇപ്പോൾ എത്രാമത്തെ ആണ്ടാണ് ഇപ്പം ഇനി ഇത് 12ാമത്തെ ആണ്ടാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഏത് മാസത്തിലാണ്? 2013 ജൂലൈ മാസത്തിലാണ്. ജൂലൈ 19 ഉസ്താദ് അവറുകളുടെ വഫാത്തുണ്ടല്ലേ. പിന്നെ ഉസ്താദ് ഇവിടെ കുറേ കാലം ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു, അത് അവിടെ തന്നെ? ഉസ്താദിനെ ഈ നാട്ടുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല, കൊല്ലം ജില്ലയിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. അതായത് ഈ യുവ സമൂഹത്തിൻ്റെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനായിരുന്നു. എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കൊണ്ടു നടന്ന വിശുദ്ധിയായിരുന്നു മറ്റാരെക്കാളും ഉസ്താദിനെ വ്യതിരക്തനാക്കിയത്. സുന്നത്ത് ജമാഅത്തിൻ്റെ തീർച്ചയായും അത് പറയുകയാണെങ്കിൽ ബഹുമാന്യരായ മുഹീസുന്ന പൊന്മള ഉസ്താദും ഉസ്താദായ കൊളത്തൂർ ഉസ്താദും അവിടെ നിന്ന് പഠിപ്പിച്ചു വിട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയ ആദർശങ്ങൾ എവിടെയാണോ ബിദ്അത്തുകാർ നാമ്പിടാൻ ശ്രമിക്കുന്നത്, സ്വന്തം റിസ്കിലും ചെലവിലും അവിടെ ചെന്നുകൊണ്ട് ദക്ഷിണ കേരളത്തിലെ മുൻ തലയെടുപ്പുള്ള പതി എന്ന് പറയപ്പെടുന്ന നമ്മുടെ എല്ലാ ആത്മീയ ഗുരുവായ പതി ഉസ്താദിനെ സ്മരിക്കുന്ന രീതിയിൽ ഈ ദക്ഷിണ കേരളത്തിലും അതുപോലെ കർണാടകയുടെ കുഗ്രാമങ്ങളിലും അഹ്ലുസുന്ന വൽ ജമാഅയെ ശക്തിപ്പെടുത്തുന്നതിലും ആ ആദർശത്തെ വളരെയേറെ അരക്കിട്ടുറപ്പിക്കുന്നതിലും ഉസ്താദ് കാണിച്ച ആർജവം, അതിനെ ബോധ്യപ്പെടുത്താൻ എൻ്റെ വാക്കുകൾക്ക് അതെ. ചെമ്മാട് സുന്നി മസ്ജിദിൽ മുഹീസുന്ന പൊന്മള ഉസ്താദിൻ്റെ ദർസിൽ പ്രധാനമായ മറ്റു ഉസ്താദന്മാരാണ് ഷൈഖുന പല്ലാർ ഹസൻ ബാക്കവി ഉസ്താദ് അവറുകൾ, ഷൈഖുന കുളത്തൂർ അലവി സഖാഫി ഉസ്താദ് അവറുകൾ, ഷൈഖുന മുഹമ്മദ് സഖാഫി ഇരിങ്ങല്ലൂർ അവറുകൾ ആ സമയത്തെ പ്രധാന മുദരിസന്മാരായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഉസ്താദിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ നഖലുകൾ സമാഹരിക്കുന്നതിൽ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ കുളത്തൂർ അലവി സഖാഫി ഉസ്താദ് കാണിച്ച പ്രത്യേക താല്പര്യവും ഇവിടെ സ്മരിക്കുകയാണ്. കാസർഗോഡ് എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്? കാസർഗോഡ് എന്ന് പറയുന്നത് ഏകദേശം 8ഓളം വർഷം അവിടെ ഉണ്ടായി. കൂടുതലുണ്ടായിരുന്നല്ലേ? ധാരാളം. ജന്മം കൊണ്ട് കൊല്ലക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കർണാടക, കാസർഗോഡ്, ഉത്തര മലബാറിലായിരുന്നു. പിന്നീട് മരണാനന്തരത്തിന് കുറച്ച് മുമ്പായി ഈ ഉള്ളാളതങ്ങളാണ് എല്ലാം യാതൊരു സംശയവും ആ വിഷയത്തിൽ ഇല്ല. അതായത് ഉള്ളാളതങ്ങൾക്ക് കിതാബ് തിരിയുകയില്ല എന്ന് നമ്മൾ ഇന്ന് വിവാദങ്ങൾക്കപ്പുറം ആ സമയത്ത് പറഞ്ഞവർക്ക് വിശാലമായി ഷറഹുൽ അഖാഇദ ഖയാലി അടക്കം എൻ്റെ മുന്നിലിരുന്നു ഉള്ളാളത്ത് പുപ്പായുടെ ഒരു എളിയ ശിഷ്യനായ എൻ്റെ മുന്നിലിരുന്ന് ഓതിത്തരാൻ നിങ്ങളിൽ ആർക്ക് ധൈര്യമുണ്ട് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ച ഉള്ളാളത്ത് പുപ്പായുടെ വലിയ ശിഷ്യന്മാരിലെ ഏറ്റവും ചെറിയ ഒരു ശിഷ്യനാണ് മഹാനായ ഉസ്താദ് അവറുകൾ. നാട്ടിൽ വരുമ്പോൾ സംഘടനൻ്റെ ഈ നാട്ടിൽ അൽഹംദുലില്ലാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും ഇന്ന് നേതൃത്വം നൽകുന്ന ഈ സംഘടനയ്ക്ക് ഊടും പാവും നൽകി ഈ നാട്ടിൽ ഇത്രയേറെ ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ ഉസ്താദിൻ്റെ ത്യാഗോജ്ജലമായ പ്രവർത്തനം ഒരിക്കൽ പോലും മാറ്റാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഈ ദക്ഷിണ കേരളത്തിൽ ഈ ചെറുപ്പകാലത്ത് മരണപ്പെട്ടുപോയ ഏതൊരു ആലിമിൻ്റെ ആണ്ടാണ് സംഘടന നടത്തുന്നത്, മുടങ്ങാതെ കൃത്യമായി നടത്തുന്നത്. അത് ഈ ഉസ്താദ് അവറുകളുടെ ആണ്ട് മരിച്ചത് മുതൽ ഈ വർഷം വരെയും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതിൻ്റെ വ്യക്തമായ കാരണം
ഉസ്താദിൻ്റെ ജീവിതവേളയിൽ ഈ പറയപ്പെട്ട ആലിമീങ്ങളെ എല്ലാവരെയും സ്മരിക്കുമാറ് ഈ സംഘടനയെ ശക്തിപ്പെടുത്തി എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അതിൽ രണ്ടാമതൊരു അഭിപ്രായം ആർക്കും ഉണ്ടാവുകയില്ല. ആണ്ട് നടക്കൽ അങ്ങനെ ഇവിടെ പള്ളിയിൽ വെച്ചിട്ടാണ്? അല്ല, പള്ളിയിൽ വെച്ചല്ല, സംഘടന എല്ലാവരെയും ഉൾപ്പെടുത്തി വിശാലമായ നല്ല റാഹത്തായി റമദാനിൻ്റെ തൊട്ട് മുൻപ് നടത്തും. ഉസ്താദ് അവർകൾ തുടക്കം കുറിച്ച അന്നേരായ പേരോട് ഉസ്താദിനെ, മൗലാന പേരോട് ഉസ്താദിനെ കൊണ്ടുവന്ന് ഉസ്താദിൻ്റെ മരണത്തിന് 2 വർഷം മുമ്പ് തുടക്കം കുറിച്ച റിലീഫ് പ്രവർത്തനവും ഇന്നും മുടങ്ങാതെ, അതായത് ഏകദേശം 80ഓളം വരുന്ന സാധുക്കൾക്ക് 3000 രൂപ വില വരുന്ന കിറ്റ് ഈ 12 വർഷവും ഉസ്താദ് തുടങ്ങി വെച്ചത് കൊണ്ട് അതിനെ പിന്തുടർന്ന് ഇന്നും സംഘടന കൃത്യമായി ഉസ്താദിനോടുള്ള കടപ്പാട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഉസ്താദ് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരണമെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇങ്ങനെ കൊല്ലത്തുനിന്ന് അവിടുന്ന് ട്രെയിനിന് വരികയാണെങ്കിൽ കാസർഗോഡ് ഭാഗത്തുനിന്ന് ഉസ്താദിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ട്രെയിനിന് വരിക അല്ലെങ്കിൽ ബസ്സിന് വരുമ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് കറക്റ്റ് വരേണ്ടത്? വടക്ക് പ്രദേശത്ത് നിന്ന് സിയാറത്ത് ലക്ഷ്യമാക്കി വരുന്ന മുഹിബ്ബീങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. പരവൂരാണ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം ജില്ലയിലെ പരവൂർ. എല്ലാ ട്രെയിനും നിർത്തൽ ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന മാംഗ്ലൂർ, രാത്രിയിൽ വന്നെത്തുന്ന മാവേലി, അതേപ്രകാരം തന്നെ പരശുറാം, മലബാർ, ഈ ട്രെയിനിലൊക്കെ വന്നാൽ പരവൂർ സ്റ്റോപ്പുള്ളതാണ്, അവിടെ ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്ന് കേവലം 2.5 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചില്ലക്കൽ മുസ്ലിം ജമാഅത്ത് എന്ന് പറയപ്പെടുന്ന പുരാതനമായ, അതായത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഈ കാണുന്ന കൊടുങ്ങല്ലൂരിൽ പള്ളി വെച്ചതിന് ശേഷം ആ സംഘം നേരെ കൊല്ലത്തേക്കാണ് വന്നത്. അവർ കൊല്ലത്ത് വന്നും ജോനകപ്പുറത്തൊരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ അന്നത്തെ ശാഖാപരമായ ജമാഅത്താണ് ഈ ചില്ലക്കൽ മുസ്ലിം ജമാഅത്ത്. ഞങ്ങൾ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, ഏകദേശം 1000 വർഷമായ പള്ളി. അത്രയും പുരാതനമായ ഒരു ഇസ്ലാമിക സംവിധാനം ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ഈ നാട്. അപ്പോൾ പരവൂരിൽ ട്രെയിൻ ഇറങ്ങിയാൽ ചില്ലക്കൽ മുസ്ലിം ജമാഅത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉസ്താദിൻ്റെതാകുന്ന ഖബർ സിയാറത്ത്. ബസ് മാർഗം വരുന്നവരാണെങ്കിൽ കൊട്ടിയത്തിൻ്റെയും ചാത്തന്നൂരിൻ്റെയും ഇടയിൽ തിരുമുക്ക് എന്നൊരു പ്രദേശമുണ്ട്. അതിലെ വന്നാൽ പരവൂരിലേക്ക് വാഹനം വരും. പരവൂരിൽ നിന്ന് 2.5 കിലോമീറ്റർ ചില്ലക്കൽ മുസ്ലിം ജമാഅത്ത്. നേരിട്ട് വരാം. വണ്ടിയിൽ വരുന്നവരാണെങ്കിൽ കൊല്ലത്ത് നിന്ന് തീരദേശം റോഡ് വഴി പരവൂരിൽ വരാം. ഒരു 16 കിലോമീറ്റർ ലാഭിക്കും. ഈ കാണുന്ന അറബിക്കടലിൻ്റെ തീരത്തായി ഉസ്താദ് അവറുകൾ വളരെ സന്തോഷത്തോടെ അന്തി ഉറങ്ങുകയാണ്. വളരെയേറെ സിയാറത്തിന് വരുന്നവർക്ക് അവർക്ക് എല്ലാ അർത്ഥത്തിലും റാഹത്താവുകയും അവരുടെ മുറാദുകൾ ഹാസിലാവുകയും ചെയ്യും. അതിന് പാകപ്പെട്ട ഒരു ആലിമാണ്, ഒരു പണ്ഡിതനാണ് എന്നതിൽ ആ ഉസ്താദിനെ അറിയുന്നവർക്ക് യാതൊരു സംശയവുമില്ല. ഉസ്താദിൻ്റെ മുഹബ്ബീങ്ങളൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സിയാറത്തിന് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഈ 10-11 വർഷത്തിൻ്റെ ഇടയിൽ ഈ കാണുന്ന ഉസ്താദിൻ്റെ ഭാര്യ വീട്ടുകാർ ഒരുപാട് ആലിമീങ്ങളെ ആതിഥ്യം അരുളിയിട്ടുണ്ട്. ഉസ്താദ് മരണപ്പെട്ടത് അതിൻ്റെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മഹാനായ മർഹൂം പൊസോട്ട് തങ്ങൾ വന്നു. പൊസോട്ട് തങ്ങൾ വന്ന് ഈ തലഭാഗത്തിരുന്നിട്ട് ഹബീബേ ഹബീബേ എന്ന് വിളിച്ചു. ഞങ്ങൾ കരഞ്ഞുപോയി. തങ്ങളുപ്പ ഈ ഖബറിൻ്റെ ചാരത്ത് വന്നിട്ട് എൻ്റെ ഹബീബേ എന്ന് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള തഅല്ലുഖ് എന്താണ്? ഉസ്താദിൻ്റെ 70,000 തഹ്ലീൽ ദിക്ർ ചൊല്ലിയപ്പോൾ മൊഹീസുന്ന പൊന്മൾ ഉസ്താദ് വന്നു. പറയാൻ വാക്കുകളില്ല, കരച്ചിലുകൾ അങ്ങനെയായിരുന്നു. ഒരാണ്ടിന് ഞങ്ങളെ സംഘടനക്കാരെല്ലാവരും നിർബന്ധമായി പ്രവർത്തിച്ചു സുൽത്താനുൽ ഉലമ ശൈഖുന AP ഉസ്താദിനെ ഈ ഖബറിൻ്റെ ചാരത്ത് കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരെയും അകഞ്ഞു മാറ്റിയിട്ട് ഈ മുഖത്തേക്ക് സുൽത്താനുൽ ഉലമ ഒരു 5ഓളം മിനിറ്റ് ഒറ്റയ്ക്ക് നോക്കിയിരുന്നപ്പോൾ എന്തോ ഈ ഖബറിലെ ആനന്ദം ശൈഖുന സുൽത്താനുൽ ഉലമ കാണുന്നു, മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ പ്രാർത്ഥനയിൽ എവിടെയും പാപം പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞില്ല, മറിച്ച് ദറജ വർദ്ധിപ്പിക്കണമേ എന്നായിരുന്നു സുൽത്താനുൽ ഉലമയുടെ ദുആ മുഴുവനും. അപ്പോഴൊക്കെ നമുക്കും കാണുകയാണ്, നമ്മളൊക്കെ അതിനെ വിശ്വസിക്കുകയാണ്. അല്ലാഹു തആല ശൈഖുനായെയും നമ്മളെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ സുവനീർ ഉണ്ടല്ലേ? ഇതാണ് ഉസ്താദിൻ്റെ സുവനീർ അല്ലേ കേട്ടോ. വേണ്ടവരുള്ളവർ നമ്മൾ ബന്ധപ്പെട്ട അമ്മായി നമ്മൾ എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്.